ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല പുതിയൊരു ഫണ്ണായിട്ടുള്ളൊരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഇന്ന് നമ്മൾ സെക്കൻഡ് ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു, ആൽഫബറ്റ് ലെറ്റേഴ്സിൻ്റെ ഒരു ഫൺ ആക്ടിവിറ്റി. അതെൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയ എന്ന് പറഞ്ഞാൽ മലയാളം ലെറ്റേഴ്സിൻ്റെ ഒരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എങ്ങനെയാണ് എഴുതുന്നത്? റാ കണക്ക് വരുന്നു, മൂന്നാക്കിയിട്ട് അതിൽ കൂടി ഒരു വലിയ റായിനെ വരുന്നു, വീണ്ടും അതിൽ കൂടി ഒരു രായിനെ എഴുതുന്നു. അപ്പം ഏതാണ് അക്ഷരം? ആ. ഏതാ അക്ഷരം? ആ. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഉള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അത് വെച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കേ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ആ. അപ്പൊ ആ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആന്ന് എഴുതാനും എളുപ്പമാണ്. അപ്പൊ ആദ്യം ആയിനെ എഴുതും. എങ്ങനെയാണ് എഴുതുന്നത്? റാ കണക്ക് വരുന്നു, മൂന്നാക്കിയിട്ട് അതിൽ കൂടി ഒരു വലിയ റായിനെ വരുന്നു, വീണ്ടും അതിൽ കൂടി ഒരു രായിനെ എഴുതുന്നു. അപ്പം ഏതാണ് അക്ഷരം? ആ. ഏതാ അക്ഷരം? ആ. ആയിനെ എഴുതിയിട്ട് അതിൽ കൂടെ എന്തോ ചെയ്യണം? രാ കണക്ക് എഴുതൂലേ, എന്നിട്ട് അതിൽ കൂടെ വെളിയിലോട്ടൊരു വള്ളി അങ്ങോട്ട് വെളിയിലോട്ട് ചാടണം. അപ്പൊ അത് ആരായി? ആരായി? എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഉള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അത് വെച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കേ.
ഇനി നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്ന അക്ഷരം ഏതാണ്? ഇ. ഈ എങ്ങനാണ്? ഒരു കുഞ്ഞു റായിനെ കൊടുക്കുന്നു, അതിൽ കൂടി ഒരു വലിയ റാ വരുന്നു, വീണ്ടും ഒരു വലിയ റാ വന്നിട്ട് പാമ്പ് കണക്ക് വരുന്നു. ആരാ അക്ഷരം? ഇ. ഇനി നമ്മൾ എഴുതാൻ പോകുന്ന അക്ഷരം ഏതാണ്? ഈ. എങ്ങനെയാ എഴുതുന്നേ? കുഞ്ഞു റായിനെ എഴുതുന്നു, ഒരു വലിയ റാ വരുന്നു, വീണ്ടും ഒരു വലിയ റാ വന്ന് പാമ്പ് കണക്ക് വരുന്നു. ഈ എഴുതാപ്പം ഈ എഴുതാൻ എളുപ്പമല്ലേ? എന്നിട്ട് ഒരു 2 വലിയ റാ അടുപ്പിച്ച് വന്നിട്ട് ഒരു വള്ളി താഴോട്ട് വരണം. ആരാ അക്ഷരം? ഈ. ആരാ? ഈ. അടുത്തത്
അടുത്ത അക്ഷരമാണ് ഉ. ഒരു കുഞ്ഞു റായിനെ വരുന്നു, കറക്കി ഒരു വലിയ റാ വന്ന് പാമ്പ് കണക്ക് വരുന്നു. ആരാ അക്ഷരം? ഉ. ആരാ അക്ഷരം? ഉ. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് ഊ. എങ്ങനെ എഴുതുന്നേ? ഊ എഴുതിട്ടുണ്ടെങ്കിൽ ഊ എഴുതാനും എളുപ്പമല്ലേ? ഒരു കുഞ്ഞു റായിനെ വരുന്നു, കറക്കി ഒരു വലിയ റാ വന്ന് പാമ്പ് കണക്ക് വരുന്നു. ആരാ അക്ഷരം? ഊ. ആരാ അക്ഷരം? ഊ. ഊ എഴുതിയിട്ട് നമ്മൾ എന്തോ ചെയ്യണം? 2 റായിനെ താഴോട്ട് കൊണ്ടുവരണം. ഈന്ന് നീട്ടി എഴുതിയില്ലേ? അപ്പൊ ഊന്ന് നീട്ടി എഴുതാനും എളുപ്പമാണ് അല്ലേ? അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന ഏതാണ്? ഇർ. ഇർ എങ്ങനെയാണ്? ഒരു കുഞ്ഞ് ഈനെ എഴുതുന്നു, കറക്കി വന്നിട്ട് കറക്കി വന്ന് തിരിച്ചൊരു കുഞ്ഞ് ഈ ഇടും അല്ലേ? എന്നിട്ട് താഴോട്ട് വന്ന് അതിനകത്തോട്ട് മുട്ടിക്കണം. അപ്പൊ ആരായി? ഇർ. ആരാ അക്ഷരം? ഇർ. മനസ്സിലായോ? ഇങ്ങനെ വേണം എഴുതാൻ.
എല്ലാവരും ഇത് ചെയ്തു നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഉള്ള എന്ത് സാധനങ്ങളാണെങ്കിലും അത് വെച്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ആ ആ ഇ ഈ ഉ ഊ ഇർ ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.